ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ പി എസ് സി MEM ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള PSC 2026 ജൂലൈ മാസം 18-ാം തീയതി നടത്താനിരുന്ന 67/2026 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വരുന്നതും ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ പരീക്ഷയുടെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി പാർട്ടിലെ ക്വസ്റ്റ്യൻസിന്റെ വിശകലനമാണ്. ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS തുടങ്ങിയ തസ്തികയുടെ പൊതു പ്രാഥമിക പരീക്ഷയുടെ രണ്ടാം ഘട്ടമായിരുന്നു ഇത്. ഈ ചോദ്യപേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽ ക്ലാസ് നമ്മുടെ മറ്റൊരു ചാനലായ ഇൻഫോ PSC അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും ആ ക്ലാസ്സുകൾ കാണേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 81ാമത്തെ ചോദ്യം, 5600 ഡിവൈഡഡ് ബൈ 22 പ്ലസ് 5 ഇൻറ്റു 6 മൈനസ് 50 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 5 എത്ര? അപ്പം 5600 ഡിവൈഡഡ് ബൈ 22 പ്ലസ് 5 ഇൻറ്റു 6 മൈനസ് 50 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 5. ഇത് ബോർഡ് മാസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ബോർഡ് മാസ് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താണ്, ബ്രാക്കറ്റിലുള്ളത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ 2 തവണയുണ്ട്. ഇതൊരു ബ്രാക്കറ്റാണ്, പിന്നെ ഇത് ടോട്ടലി ഒരു ബ്രാക്കറ്റ്. അപ്പം ആദ്യം ഈ വലിയ ബ്രാക്കറ്റിൽ കുഞ്ഞു ബ്രാക്കറ്റ് നമുക്ക് ചെയ്യാം. അതിനകത്തുള്ള ചെയ്തിട്ട് വേണം പിന്നെ ഉള്ളത് ചെയ്യാനായിട്ട്. അപ്പോൾ സ്റ്റെപ്പ് എങ്ങനെ വരും? 5600 ഡിവൈഡഡ് ബൈ 22 പ്ലസ് 5 ഇൻറ്റു 6 മൈനസ് 50 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 5 എത്ര? 25. ഇനി അടുത്തത് 5600 ഡിവൈഡഡ് ബൈ, നമുക്ക് ഈ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യാം. ഇത് ടോട്ടലി ഇതിനകത്ത് ബ്രാക്കറ്റിനകത്ത് തന്നെ ബാക്കി ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഓർഡറിൽ തന്നെ ചെയ്തു പോകാം. അപ്പം ഏതാ, ആദ്യം നമുക്ക് ഇതിനകത്ത് ഡിവിഷൻ പാർട്ട് ചെയ്യാം. 22 ഇൻറ്റു 5 ഇൻറ്റു 6 മൈനസ് 2. 50നെ 25 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 2 ലഭിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്ഷമിക്കണം, ഇവിടെ പ്ലസ് ആണേ. ഇനി 5600 ഡിവൈഡഡ് ബൈ 22 പ്ലസ് 30 മൈനസ് 2. ഇനി അടുത്ത സ്റ്റെപ്പിൽ 5200 ഡിവൈഡഡ് ബൈ 52 മൈനസ് 2. അടുത്ത സ്റ്റെപ്പിൽ 5600 ഡിവൈഡഡ് ബൈ 50. അപ്പം ബ്രാക്കറ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 5600നെ 50 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 112 എന്ന് പറയുന്ന ഉത്തരമാണ്. അതായത് ഓപ്ഷൻ ബി ആയിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 82ാമത്തെ ചോദ്യം, M എന്നത് ഹരണത്തെയും N എന്നത് ഗുണനത്തെയും Q എന്നത് സങ്കലനത്തെയും P എന്നത് വ്യവകലനത്തെയും സൂചിപ്പിച്ചാൽ 125 M 5 Q 6 N 4 P 2 എന്നാൽ എന്ത്? ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? M എന്ന് പറയുന്ന സംഖ്യയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ഹരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. N എന്ന് പറയുന്നത് ഗുണനത്തെയും Q എന്നത് പറയുന്നത് സങ്കലനത്തെയും P എന്ന് പറയുന്നത് വ്യവകലനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 125 M 5 Q 6 N 4 P 2 ആണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. അപ്പം 125 M എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഷൻ, ഹരണം. അപ്പോൾ 125 ഡിവൈഡ് ബൈ 5. Q എന്താണ്? സങ്കലനം, അത് പ്ലസ് 6. N എന്താണ്? ഗുണനം, അപ്പോൾ ഇൻറ്റു 4. P എന്ന് പറയുന്നത് വ്യവകലനം, അപ്പം മൈനസ് 2. അപ്പോൾ ഇതെന്താ? ബോർഡ് മാസിനുള്ളിൽ തന്നെ ഇതും ചെയ്യേണ്ടതാണ്.
അപ്പോൾ നമുക്ക് ചെയ്യാം. ആദ്യം ഏതാണ്? ബ്രാക്കറ്റ് ഒന്നുമില്ല, ഓഫും ഇല്ല. ഇത് രണ്ടും നമുക്ക് നോക്കണ്ട. ഡിവിഷൻ ആദ്യം ചെയ്യാം. ഡിവിഷൻ വരുമ്പം 125നെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ 25 പ്ലസ് 6 ഇൻറ്റു 4 മൈനസ് 2 എന്നാകും. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ പാർട്ടാണ് ചെയ്യേണ്ടത്. 6 ഇൻറ്റു 4 25 പ്ലസ് 24 മൈനസ് 2 എന്നാകും. ഇനി അടുത്തത് അഡീഷൻ പാർട്ട്. 25 പ്ലസ് 24 ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 49 എന്നാണ് കിട്ടുന്നത്. 49 മൈനസ് 2 ചെയ്യും. ഇനി ലാസ്റ്റ് സബ്സ്ട്രാക്ഷൻ പാർട്ടാണ്. 49ൽ നിന്നും 2 കുറയ്ക്കുമ്പോൾ 47 കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഉത്തരം. അതായത് ഓപ്ഷൻ എ 47 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ബോണ്ട് മാസ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 83ാമത്തെ ചോദ്യം. 3 1/2 പ്ലസ് 1/4 മൈനസ് 2 1/3. 3 1/2 പ്ലസ് 1/4 മൈനസ് 2 1/3 എത്രയാണ്? അപ്പോൾ എത്രയാണ് തന്നിരിക്കുന്നത്? 3 1/2 പ്ലസ് 1/4 മൈനസ് 2 1/3. ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം ആദ്യം. അപ്പോൾ ഇതെന്താകും? 3 × 2 6 പ്ലസ് 1 7. 7/2 ഇത് 1/4 തന്നെയാണ്. പ്ലസ് 1/4 മൈനസ് ഈ മിക്സഡ് ഫ്രാക്ഷൻ എന്താകും? 2 × 3 6. 6 പ്ലസ് 1 7. 7/3 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ താഴെ തന്ന ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടെത്തണം. അപ്പം LCM ഓഫ് 2 4 and 3 എത്രയാണ്? 12 വരുന്നത്. അപ്പോൾ താഴെ 12 ആകുമ്പോൾ മേളിലും അതനുസരിച്ച് ന്യൂമറേറ്ററിലും മാറ്റം വരും. അപ്പൊ നമുക്ക് ചെയ്യാം. താഴെ ഇവിടെ ഒന്നാമത്തെ ടേം ആയിരുന്നു 7/2. താഴെ 12 ആകണമെങ്കിൽ 2നെ 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മേളിലും എന്താ? 7 × 6 ചെയ്യണം. പ്ലസ് താഴെ 12. ഇനി 4നെ 3 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ 12 ലഭിക്കും. അപ്പോൾ എന്താ? 1 × 3 ചെയ്യണം. മൈനസ് ഇവിടെ 3നെ 4 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ 12 കിട്ടും. അപ്പം 7 × 3 ചെയ്യണം. 7 × 4 ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാം. 7 × 6 42 പ്ലസ് 1 × 3 3 മൈനസ് 7 × 4 28/12. ഇനി 42നെ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 എന്നാണ് കിട്ടുന്നത്. 45 മൈനസ് 28/12 എന്നാണ് വരുന്നത്. ഈക്വൽ ടു 45ൽ നിന്നും 28 കുറയ്ക്കുമ്പോൾ 17 നമുക്ക് കിട്ടുന്നത്. 17/12. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. അപ്പോൾ നമുക്കതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്താ ഉത്തരം കിട്ടുന്നത്? 1/5/12 എന്നാണ് കിട്ടുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 84ാമത്തെ ചോദ്യം. 1/3നും 3/5നും ഇടയിലുള്ള ഭിന്നസംഖ്യ. അപ്പോൾ ഇത് തന്നിരിക്കുന്ന ഫ്രാക്ഷന്. ഇവയെ നമുക്ക് പെട്ടെന്ന് ഭിന്നസംഖ്യയിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം 1/3ന്റെ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 1നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 0. ഇവിടെ 0 ഇട്ടു. 3 9 വീണ്ടും 0 എഴുതി 3. ഇതിങ്ങനെ പോവുക. അപ്പം 0.33 ആണ് വരുന്നത്. ഇനി അടുത്തത് 3/5ന്റെ ഭിന്നസംഖ്യ രൂപം എത്രയാന്ന് നോക്കണം. 3നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ? 0.0. 5ന്റെ ടേബിൾ 30 വരുന്നത് 6ാമത്തെ തവണയാണ്. അപ്പം 30. അപ്പം 0.6. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഭിന്നസംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോക്കൂ, ഓപ്ഷൻ എ തന്നിരിക്കുന്നത് 1/2 ആണ്. 1/2നെ നമ്മൾ ഒരു ഡെസിമൽ ആക്കി മാറ്റുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 0.5 എന്നാണ് വരുന്നത്. അത് ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ്. അപ്പം ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 85ാമത്തെ ചോദ്യം. 0.2
ഇൻറ്റു 0.03 ഇൻറ്റു 0.004 എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 0.2 ഇൻറ്റു 0.03 ഇൻറ്റു 0.004. നമുക്ക് ആദ്യം 2, 3, 4 ഇവ നമ്മൾ ഗുണിക്കുമ്പം എത്ര കിട്ടുമെന്ന് നോക്കാം. 2 ഇൻറ്റു 3 6 ആണ്. 6 ഇൻറ്റു 4 24 ആണ്. അപ്പം നമുക്ക് ഓപ്ഷൻസിൽ നോക്കാം. എല്ലാം 2, 4 എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. നോക്കുക, ഇവിടെ ഡെസിമലിന് ശേഷം 1, ഇവിടെ 2, ഇവിടെ 3 ഉണ്ട്. മൊത്തം എത്രയാകും? 6 സംഖ്യകൾ വേണം ഡെസിമൽ പോയിന്റിന് ശേഷം. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 എണ്ണം വന്ന് 4 പൂജ്യങ്ങൾ നമ്മൾ മുൻപിലേക്ക് കൊടുക്കുന്നു. പോയിന്റ് ഇടുന്നു, ഒരു പൂജ്യം. 0.000024. അങ്ങനെ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതായിരുന്നു നമ്മുടെ ഉത്തരം. ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 86ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിലെ ക്വസ്റ്റ്യൻ അല്പം ക്ലിയർ അല്ല, പറഞ്ഞു തരാം എന്താന്ന്. ഇവിടുത്തത് 3250 രൂപയാണ്. രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ ഒരാൾക്ക് 750 രൂപയാണ് ലാഭം ലഭിക്കുന്നത് എങ്കിൽ ലാഭശതമാനം എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് 86ാമത്തെ ചോദ്യത്തില് 3250 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ ഒരാൾക്ക് 750 രൂപ ലാഭം ലഭിക്കുന്നു എങ്കിൽ ലാഭശതമാനം എത്ര? അപ്പോൾ നോക്കുക, അയാൾ വിറ്റത് എത്രയാ? വിറ്റ വിലയാണ് SP, സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത് 3250 രൂപ. അയാളുടെ ലാഭം എത്രയായിരുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്രയായിരുന്നു? അയാളുടെ പ്രോഫിറ്റ് 750 ആയിരുന്നു. അപ്പൊ അയാളുടെ വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? ഇവ തമ്മിൽ കുറച്ചാൽ മതി. അത് 3250 നിന്നും 750 കുറയ്ക്കുമ്പോൾ നമുക്ക് 2500 കിട്ടും. അപ്പോൾ നോക്കാം, ലാഭശതമാനമാണ് കണ്ടെത്തേണ്ടത്. അപ്പം 2500 എന്ന് പറഞ്ഞാൽ നമുക്ക് 100% പറയാം. എങ്കിൽ 3250 എന്ന് പറയുന്നത് എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. 100 ഇൻറ്റു 3250 ബൈ 2500. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യാം. 0 0 വെട്ടിപ്പോവും. 25ന്റെ പട്ടികയിൽ 3250 എന്ന് പറയുന്നത് 130ാമത് തവണയാണ്. അതായത് 130 എന്നാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലാഭശതമാനം എത്രയെന്നാണ്. 2500 എന്ന് പറയുന്ന 100 അപ്പം അതിൻ്റെ മേളിലല്ലേ വരുന്നത്. അപ്പം ലാഭശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 130ൽ നിന്നും 100 കുറയ്ക്കുക. അപ്പം 30% നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഇവിടെ ഓപ്ഷൻ സി 30% ഉത്തരം. ഒരു നല്ല ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 8ാം ക്ലാസ്സിലെ 87ാമത്തെ ചോദ്യമാണ്. 8ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ 20 കുട്ടികളുടെ ഗണിതത്തിന്റെ ശരാശരി മാർക്ക് 75 ആയിരുന്നു. എന്നാൽ ഒരു കുട്ടിയുടെ മാർക്ക് 50 പകരം 60 എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ ഗണിതത്തിന്റെ ശരിയായ മാർക്ക് എത്ര? അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 20 കുട്ടികളുണ്ട്, അവരുടെ ശരാശരി മാർക്ക് 75 ആണ്. ടോട്ടൽ എത്രയായിരിക്കും? 1500 എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം വന്നത്? 1500 എങ്കിലും അവിടെ ഒരാൾക്ക് കിട്ടിയത് 50 മാർക്കിന് പകരം 60 മാർക്കെന്നാണ് എഴുതിയത്. അപ്പം 60ൽ നിന്നും 50 കുറയ്ക്കുക. അത് ഈ ടോട്ടലിൽ നിന്ന് കുറച്ചിട്ട് പുതിയ ശരാശരി, കൃത്യമായ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് 20 ഹരിച്ചാൽ മതി. 1500ൽ നിന്നും ആദ്യം ബ്രാക്കറ്റിൽ ചെയ്യാം. 1500 മൈനസ് 60ൽ നിന്നും 50 കുറച്ചാൽ 10 എന്നാണ് കിട്ടുന്നത്. ബൈ 20 എന്ന് ചെയ്യുക. ഇനി 1500ൽ നിന്നും 10 പോകുമ്പം 1490 ബൈ 20 എന്നാകും. 0 0 വെട്ടി പോകുമ്പം നമുക്ക് കിട്ടുന്നത് ഉത്തരം 74.5 എന്നാണ് വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു നല്ല ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 88ാമത്തെ ചോദ്യം. 10ാം ക്ലാസ് ഡി ഡിവിഷനിലെ എല്ലാ കുട്ടികളും കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2401 രൂപ സംഭാവന നൽകി.
ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണോ അത്രയും തുകയാണ് ഓരോ കുട്ടിയും സംഭാവന നൽകിയത് എങ്കിൽ ഒരു കുട്ടി നൽകിയ സംഭാവന എത്ര? ഇവിടെ മൊത്തം എത്ര രൂപയാണ് കൊടുത്തത്? 2401 രൂപ. ക്ലാസ്സിൽ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണോ അത്രയും തുകയാണ് ഓരോ കുട്ടിയും സംഭാവന നൽകിയെന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താ? ഈ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ എന്താണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് 2401 അതിനെ 2 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ആദ്യം 24 എന്ന് പറയുന്ന നമ്പറിനെ എടുക്കാം. 24 എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആണോ? അല്ല, സ്ക്വയർ നമ്പർ അല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതിന് തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 16ന്റെ സ്ക്വയർ റൂട്ട് ആണ് 4. ഇപ്പം ഇവിടെ 4 എഴുതുക, മേളിലും 4 എഴുതി, 16 എഴുതുക. 24ൽ നിന്നും 16 കുറയ്ക്കുമ്പോൾ നമുക്ക് 8 ആണ് കിട്ടുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ഈ 0 1 ഒരുമിച്ച് എഴുതണം. ഇനി ഇവിടെ എഴുതുന്ന തുക ഈ 4ന്റെ ഇരട്ടി, അതായത് ഇവിടെ 8 ആണ് എഴുതേണ്ടത്. ഇനി 8നെ ഏതോ ഒരു സംഖ്യ കൊണ്ട്, അതായത് തൊട്ടിപ്പുറത്ത് യൂണിറ്റ് പ്ലേസിലുള്ള ഒരു സംഖ്യ കൊടുക്കുന്നു. ആ സംഖ്യ കൊണ്ട് തന്നെ നമുക്ക് ഗുണിക്കുമ്പോൾ 801 കിട്ടും. അത് 9 ആണ്. 9 × 89 ചെയ്യുമ്പോൾ നമുക്ക് 801 എന്നാണ് കിട്ടുന്നത്. അപ്പം 0 0 0 കുറയ്ക്കുമ്പോൾ അപ്പം എന്താണ് നമ്മുടെ ഉത്തരം? 49 രൂപ വെച്ചാണ് കുട്ടികൾ കൊടുത്തിരിക്കുന്നത്. അതായത് 2401ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 49 ആണ്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സാറയുടെ കയ്യിൽ 89ാമത്തെ ചോദ്യം. സാറയുടെ കയ്യിൽ 42 മീറ്റർ, 49 മീറ്റർ, 63 മീറ്റർ നീളമുള്ള 3 റിബണുകളുണ്ട്. സാറ ഇതിനെ ഓരോ നീളം ഉള്ള റിബൺ കഷ്ണങ്ങളായി മുറിച്ചാൽ കിട്ടുന്ന ഓരോ കഷ്ണത്തിന്റെയും നീളം എത്ര? അപ്പം ഇവിടെ നമ്മൾക്ക് ഈ ചോദ്യത്തില് HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. HCF ഓഫ് 42, 49, 63. കാരണം ഇതിനെ ഒരേ നീളമുള്ള റിബൺ കഷ്ണങ്ങളായി മുറിച്ചാൽ കിട്ടുന്ന ഓരോ കഷ്ണത്തിന്റെ നീളം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവയുടെ HCF കണ്ടെത്തണം. 42, 49, 63. ഇവ മൂന്നും 7ന്റെ ഗുണിതങ്ങളാണെന്നറിയാം. 7 കൊണ്ട് ഞാൻ ഹരിക്കുകയാണ്. അപ്പോൾ 6 കിട്ടും, ഇവിടെ 7 കിട്ടും, ഇനിയും 9 കിട്ടും. ഇനി നമുക്ക് ഈ 3 സംഖ്യയും ഒരേപോലെ ഹരിക്കാൻ പറ്റുന്ന പ്രൈം നമ്പേഴ്സുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 7 മീറ്റർ ആണ്. HCF എത്രയാണ്? ഈ പറയുന്ന നമ്പറുകളുടെ HCF 7 ആണ്. അപ്പോൾ 7 മീറ്റർ, ഓപ്ഷൻ ബി 7 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 90ാമത്തെ ചോദ്യം. അരുൺ തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് 100 കിലോമീറ്റർ വേഗതയിലും തിരിച്ച് കോഴിക്കോട്ട് നിന്ന് തൃശ്ശൂർക്ക് 60 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. എങ്കിൽ ആ യാത്രയിലെ ശരാശരി വേഗം എത്ര? ആദ്യത്തെ സ്പീഡ് 100 km/h, രണ്ടാമത്തെ സ്പീഡ് 60 km/h. സഞ്ചരിച്ച ദൂരം സെയിം തന്നെയാണ്, തൃശ്ശൂർ ടു കോഴിക്കോടും കോഴിക്കോട് നിന്നും തൃശ്ശൂർ. അപ്പൊ ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ, ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2xy by x plus y, അതായത് എക്സും വൈയും സ്പീഡുകളാണ്. അപ്പം 2 × എക്സിനെ ഞാൻ ഇവിടെ 100 ആയിട്ടും വൈനെ ഞാൻ 60 ആയിട്ടും എടുത്തു, ബൈ 100 + 60. അപ്പം എത്രയായിരിക്കും? 2 × 100 × 60 ബൈ 160. അപ്പോൾ ഈ 0 0 ക്യാൻസലായി. 100ഉം 16ഉം 4ന്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ ഇവയെ 4 വെച്ച് ഹരിക്കുകയാണെങ്കിൽ 16നെ 4 വെച്ച് ഹരിക്കുമ്പോൾ എനിക്ക് 4 ലഭിക്കും. 100നെ 4 വെച്ച് ഹരിക്കുമ്പോൾ 25 ലഭിക്കും. 2നെ 4നെയും തമ്മിൽ വെട്ടിപ്പോവും. 2നെ കൊണ്ട് 4നെ വെട്ടുമ്പോൾ, അല്ലെങ്കിൽ 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് 2 കിട്ടുന്നത്. ഈ 2ഉം ഇവിടെ 6 ഉണ്ട്, അത് തമ്മിൽ ഹരിക്കുകയാണ്. 6നെ 2 വെച്ച് ഹരിക്കുമ്പോൾ 3 കിട്ടും. ഇപ്പം നമുക്ക് 25 × 3 വരും. അതായത് 75 ആണ് നമ്മുടെ ഉത്തരം. അതായത് 75 km/h. ഓപ്ഷൻ ഡി ആയിരുന്നു നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
നമ്മുടെ ടെലിഗ്രാം ചാനലായ info.pscയിൽ PYQ സെഷൻസും SCRT ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിന്റെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലായ info.pscയിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിലെ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 91ാമത്തെ ചോദ്യം, 1നും 100നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ തുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. n/2 ഇൻറ്റു a പ്ലസ് എൽ എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം. ഇവിടെ എന്താണ് n എന്ന് പറയുന്നത് എത്ര അക്കങ്ങളുണ്ടെന്നാ. നമുക്ക് 1നും 100നും ഇടയിൽ n എന്ന് പറഞ്ഞാൽ 49 ഇരട്ട സംഖ്യകളുണ്ടെന്നാ പറയുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേമും എൽ എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമും. എ എന്താണ്? 1നും 100നും ഇടയിലുള്ള ആദ്യത്തെ ഇരട്ട സംഖ്യയാണ് എ, അത് 2ആണ്. ലാസ്റ്റ് ഇരട്ട സംഖ്യയോ 98 ആണ്. 1നും 100നും ഇടയിലായിട്ടാണ്. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ 49/2 ഇൻറ്റു 2 പ്ലസ് 98, 49/2 ഇൻറ്റു 100 ഈക്വൽ ടു 49 ഇൻറ്റു 50 ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 2450. ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി ആയിരുന്നു നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 92ാമത്തെ ചോദ്യം, ഒറ്റയാൻ ആര്? അപ്പം ഇതിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻസും നോക്കാം. ഇവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 120. 120 എന്ന് പറഞ്ഞാൽ 11 സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാൻ പറ്റുമല്ലോ. അതായത് 121 മൈനസ് 1. അടുത്തത് 170, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ 170 ആണ്. 170നെ 13 സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. അതായത് 169 പ്ലസ് 1. ഇനി അടുത്തത് 101, അത് 10 സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. അതായത് 100 പ്ലസ് 1. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 145, അതായത് 12 സ്ക്വയർ പ്ലസ് 1, അതായത് 144 പ്ലസ് 1 എന്ന് എഴുതാം. ഇവിടെ ശ്രദ്ധിക്കൂ, 3 ഓപ്ഷൻസും പ്ലസ് ചെയ്യുവാണ്, 1 മാത്രമാണ് മൈനസ് വന്നത്. അതായത് 120. അതാണ് ഇവിടുത്തെ ഉത്തരം. ഓഡ് വൺ ഔട്ട് 120 ആണ്. ഓപ്ഷൻ എ ആയിരുന്നു നമ്മുടെ ഇവിടുത്തെ ഒറ്റയാൻ. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 93ാമത്തെ ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ ക്ലോക്കിനെ XOLXP എന്ന് എഴുതാമെങ്കിൽ അതേ കോഡ് ഉപയോഗിച്ച് വാച്ചിനെ എങ്ങനെ എഴുതാം? അപ്പൊ നമുക്ക് ഇവിടെ ഈ കോഡ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ എഴുതാം ABCDEFGHIJKLM. ഇത് ആദ്യത്തെ 13 ആൽഫബറ്റ്. ഇനി തിരിച്ചെഴുതാം. NOPQRSTUVWXYZ. കണ്ടോ ക്ലോക്കിന് എക്സ് വന്നത് എങ്ങനെ? 10. കണ്ടോ ക്ലോക്കിന്റെ സിയുടെ എക്സ് വന്നത് കണ്ടോ? ഇങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാച്ചാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം. ഡബ്ല്യുവിന്റെ നേരെ ഏതാണ് വരുന്നത്? ഡി ആണ് വരുന്നത്. നമുക്കപ്പം കട്ട് ചെയ്ത് പോകാൻ പറ്റുമോ നോക്കാം. ഡി വെച്ച് 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം സിയുമല്ല ബിയുമല്ല എന്ന് മനസ്സിലായി. ഇനി അടുത്തത് എ എന്താണ്? എയുടെ ഓപ്പോസിറ്റ് വരുന്ന ഇസഡ് ആണ് വരുന്നത്. അപ്പൊ ഇസഡ് വെച്ച് തന്നെ അടുത്തത്. ഇനി നമുക്ക് ടി ആണ്. ടിയുടെ ഏതാണ്? ജി ആണ് വന്നിരിക്കുന്നത്. ജി തന്നെയാണ് വന്നിരിക്കുന്നത്. സിക്ക് നമുക്കറിയാം എക്സ്. അപ്പൊ അതെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണെന്ന് മനസ്സിലായി. അപ്പൊ എച്ചും കൂടി നമുക്ക് നോക്കിയേക്കാം. എച്ച് പറയുമ്പോൾ എന്താണ്? എസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഡി ഇസഡ് ജി എക്സ് എസ് ആണ്. ഡി ഇസഡ് ജി എക്സ് എസ്, അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിരുന്നു. ബന്ധപ്പെട്ടി പാട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 94ാമത്തെ ചോദ്യം, 35:217 പ്രപ്പോർഷനേറ്റ് 63:- എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കാം. 35:217
217. പ്രൊപ്പോർഷനേറ്റ് 63 ഏതോ ഒരു നമ്പർ. 35 എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 6 സ്ക്വയർ മൈനസ് 1 എഴുതാം. 217 എങ്ങനെ എഴുതാൻ പറ്റും? 6 ക്യൂബ് പ്ലസ് 1 എഴുതാമല്ലോ. അപ്പോൾ ഇതേ മോഡലിലാണ് അടുത്ത് വന്നിരിക്കുന്നത്. 63 എങ്ങനെ എഴുതാൻ പറ്റും? 8 സ്ക്വയർ മൈനസ് 1 എന്ന് വരും. അപ്പൊ അടുത്ത സംഖ്യ എന്തായിരിക്കും? 8 ക്യൂബ് പ്ലസ് 1 എന്നായിരിക്കും വരിക. അപ്പൊ എത്രയായിരിക്കും? 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 512 പ്ലസ് 1 എന്ന് പറയുമ്പം 513. അതായത് എന്തായിരുന്നു ഉത്തരം? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു നല്ല ചോദ്യമായിരുന്നു എന്ന് പറയാം. നമ്മൾ അത്രയും കടന്ന് ചിലപ്പം ചിന്തിക്കത്തില്ലായിരിക്കും, എന്നാലും നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 95-ാമത്തെ ചോദ്യം. 5 വർഷം മുമ്പ് രാധയുടെ പ്രായം സീതയുടെ പ്രായത്തിന്റെ 3 മടങ്ങാണ്. 3 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാക്കും. എന്നാൽ സീതയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പൊ നമുക്ക് സീതയുടെ പ്രായത്തിനെ നമുക്ക് എക്സ് ആയിട്ടും രാധ അപ്പോൾ എത്രയാകും? സീതയുടെ പ്രായത്തിന്റെ 3 മടങ്ങാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം 3x. ഇതെന്താണ്? 5 വർഷം മുമ്പ്. അപ്പൊ ഇങ്ങനെ എഴുതാം, സീത രാധ 5 years ago എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. സീത എക്സ് ആകുമ്പോൾ രാധ 3x ആകും. ഇനിയും 5 years later അല്ലെങ്കിൽ നൗ എന്ന് എഴുതാം. ഇപ്പൊ എങ്ങനെയാണ്? x+5 ആണ് സീതയുടെ പ്രായവും 3x+5 ആണ് രാധയുടെ പ്രായം. ഇനി 3 വർഷം കഴിയുമ്പോൾ, അപ്പം 3 years later, അപ്പം ഈ x+5ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പം x+8 ആകും. ഇതോ 3x+8 ആകും. അപ്പോഴെന്താണ് പറഞ്ഞിരിക്കുന്നത്? 3 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. അതായത് രാധയുടെ പ്രായം എന്ന് പറയുന്നത് സീതയുടെ പ്രായത്തിന്റെ 2 മടങ്ങാണ്. ഇങ്ങനെ എഴുതാമല്ലോ. അപ്പം നോക്കാം, ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 2x+16 = 3x+8 എന്നാണ്. ഇത് സോൾവ് ചെയ്യുമ്പം 8 = x എന്ന് വരും. അപ്പൊ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? എന്നാൽ സീതയുടെ ഇപ്പോഴത്തെ പ്രായം. അപ്പം 8 എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ഉണ്ട്, ചാടിക്കയറി ഒരിക്കലും മാർക്ക് ചെയ്യല്. എന്താണ് സീതയുടെ ഇപ്പോഴത്തെ പ്രായം? സീതയുടെ ഇപ്പോഴത്തെ പ്രായം എന്താണ്? x+5 ആണ്. അതായത് x+5 = 8+5 = 13. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഒരു നല്ല ചോദ്യമായിരുന്നു. ഏജ് റിലേറ്റഡ് പ്രോബ്ലം ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പൊ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 96-ാമത്തെ ചോദ്യം. 4 × 9 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 14 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 × 3. അപ്പം ബോർഡ് മാസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 × 9 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 14 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 × 3. അപ്പൊ നമുക്ക് ചെയ്യാം. ഇത് 4 × 9 ഡിവൈഡ് ബൈ 2 ഞാൻ 9/2 എന്നാക്കുകയാണ്. പ്ലസ് 14 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 × 3 എന്ന് എഴുതി. ഇനി നമുക്ക് ചെയ്തു പോകാം. അപ്പൊ നോക്കിക്കേ, ആദ്യം ബ്രാക്കറ്റിലുള്ള ചെയ്യാം. ഇവിടെ പുറത്തൊരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അതുകൂടി അങ്ങ് ചെയ്തേക്കാം. 4 2 കൂടി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 9/2 × 4 അല്ലെങ്കിൽ 4 × 9/2 എന്ന് പറയുമ്പോൾ ഈ 2 കൊണ്ട് ഈ 4നെ വെട്ടുന്നു, 2 കിട്ടും. അപ്പം 18 പ്ലസ് 9 × 2 18 ആണല്ലോ. പ്ലസ് അകത്ത് ബ്രാക്കറ്റിൽ സംഭവിക്കുന്നത് നോക്കാം. 14നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 7 എന്ന് കിട്ടും. പ്ലസ് 3 × 3 എന്നാകും. ഇനി അടുത്തത് 18 പ്ലസ് 7ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ 10 ആയി. 10 × 3 എന്ന് വരും. 18 പ്ലസ് 10 × 3 30 എന്നാകും. 18ഉം 30ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 48. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ബോർഡ് മാസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോദ്യം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബ്ലഡ് റിലേഷൻ ബേസ് ചെയ്തുള്ള ചോദ്യമാണ് അടുത്തത്. 97-ാമത്തെ ചോദ്യം. എ ബിയുടെ സഹോദരൻ. അപ്പം നമുക്ക് ആദ്യം ആ പോയിന്റ് മാർക്ക് ചെയ്യാം. എ ബിയുടെ സഹോദരൻ ഇങ്ങനെ കൊടുത്തു. ബി സിയുടെ മകൾ. അപ്പം എയുടെയും ബിയുടെയും ആരാണ്? പേരൻസ് ആണ് സി എന്ന് പറയുന്നത്.
അപ്പം ബി സിയുടെ മകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എ എന്താണ്? സിയുടെ മകൻ തന്നെയാണ് എ. ഇനി സി ഡിയുടെ മകൻ. അപ്പം സി എന്ന് പറയുന്ന മകനാണ്. ഡി ഫാദർ ആണെന്ന് തോന്നുന്നു. ഡിയുടെ മകനാണ്. അപ്പം ഡിയുടെ മകനാണ് സി. അപ്പം സിയുടെ 2 മക്കളാണ് എയും ബിയും. അപ്പം എങ്കിൽ എയുടെ ആരാണ്? ഡി എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം എയുടെ സഹോദരൻ ബി, ബിയുടെ ഫാദർ ആണ് സി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ സിയുടെ മകളാണ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സിയുടെ ഫാദർ തന്നെയാണ്, ബിയുടെ ഫാദർ ആണ് സി. അതേപോലെ തന്നെ എയുടെ ഫാദർ, എയുടെയും ബിയുടെയും അച്ഛനാണ് സി വരുന്നത്. ഇനി സി എന്ന് പറയുന്നത് ഡിയുടെ മകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരാണ്? ഡിയുടെ കൊച്ചുമക്കളാണ്, അല്ലെങ്കിൽ കൊച്ചുമകനാണ് എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയുടെ മുത്തച്ഛനാണ് ഓപ്ഷൻ ഡി. എയുടെ മുത്തച്ഛനാണ് ഡി. മുത്തച്ഛനായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, എയുടെ സഹോദരനാണ് എ ബിയുടെ സഹോദരൻ. അപ്പം എയും ബിയും സഹോദരന്മാരാണെന്ന്, അല്ലെങ്കിൽ സഹോദരൻ സഹോദരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ബി സിയുടെ മകളാണെന്ന് മനസ്സിലായി. അപ്പം ബി ഒരു പെണ്ണാണെന്ന് മനസ്സിലായി. അപ്പം എയുടെയും ബിയുടെയും അച്ഛനാണ് സി എന്ന് മനസ്സിലായി. സി ഡിയുടെ മകനാണെന്ന് മനസ്സിലായി. അപ്പൊ എന്താ? സിയുടെ അച്ഛനാണ് ഡി, അതായത് എയുടെയും ബിയുടെയും കൂടി മുത്തച്ഛനാണ് ഡി എന്ന് മനസ്സിലായി. ഓപ്ഷൻ ഡി അങ്ങനെ ഉത്തരമായിട്ട് വരുന്നത്. ഈ ചോദ്യം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് 98ാമത്തെ ചോദ്യം. 35 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ കുട്ടികളെ ക്യൂവിൽ നിർത്തിയപ്പോൾ മീരയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 16 ആണെങ്കിൽ പിന്നിൽ നിന്ന് മീരയുടെ സ്ഥാനം എത്ര? അപ്പൊ എന്താണ്? ടോട്ടൽ 35 കുട്ടികളുണ്ട്. അതിൽ നിന്ന് 16 കുറച്ചിട്ട് അതിന്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പം 35-ൽ നിന്നും 16 കുറയ്ക്കുമ്പോൾ 19 കിട്ടും. 19ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20. അതായത് ഓപ്ഷൻ ബി 20 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു നല്ല ചോദ്യമായിരുന്നു. ക്യൂ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ധാരാളമുണ്ട്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 99ാമത്തെ ചോദ്യം ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് സൈഡിൽ നമുക്ക് ഡയറക്ഷൻ വരച്ചു വെക്കേണ്ടതാണ്. ഇത് തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. അപ്പൊ എന്താ പറഞ്ഞ, ഒരാൾ തന്റെ വീട്ടിൽ നിന്നും 100 മീറ്റർ തെക്കോട്ട് നടന്നു. അപ്പം അയാളുടെ വീട് എവിടെയാണെന്ന് കരുതാം. അയാൾ 100 മീറ്റർ തെക്കോട്ട് ഇങ്ങോട്ടാണ് നടന്നത്. 100 മീറ്റർ തെക്കോട്ട് നടന്നു. അയാളുടെ വലതുവശം ഇവിടെയും ഇടതുവശം ഇവിടെയാണ്. പിന്നീട് ഇടത്തോട്ട് 200 മീറ്റർ പോയപ്പോൾ, അപ്പം ഇടത്തോട്ട് ഇങ്ങോട്ട് 200 മീറ്റർ ആണ് അയാൾ സഞ്ചരിച്ചത്. എന്താണ്? വഴി അടച്ചത് കാരണം അയാൾ വലത്തോട്ട് തിരിഞ്ഞ് 300 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ എന്താ? ഇതായിരുന്നു അയാളുടെ ഇടത്, ഇത് വലതായിരുന്നു. അവിടെ വഴി അടച്ചത് കൊണ്ട് 300 മീറ്റർ വലത്തോട്ട് തിരിഞ്ഞ് 300 മീറ്റർ പോയി. അപ്പം ഇവിടെ 300 മീറ്റർ ആണ് അയാൾ സഞ്ചരിച്ചത്. അപ്പോൾ അയാളുടെ വലതുവശം ഇവിടെ, ഇടതുവശം ഇവിടെ. വീണ്ടും അവിടെ നിന്ന് 200 മീറ്റർ വലത്തോട്ട് തിരിഞ്ഞു നടന്നു. അപ്പോൾ എന്താ? ഇങ്ങോട്ട് നടന്ന് 200 മീറ്റർ അയാൾ വീണ്ടും നടന്നത്. ഇപ്പോൾ അയാൾ വീട്ടിൽ നിന്ന് ഏത് ദിശയിൽ എത്ര ദൂരം അകലെ? അയാൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ്, ഇപ്പോൾ അയാൾ വന്ന് നിൽക്കുന്ന ഇതാണ്, അതായത് ഈ ദിശയിലാണ്. അപ്പം ഇവിടെ ഓൾറെഡി ഒരു 100 മീറ്റർ ഉണ്ട്. ഇവിടെ വരുന്ന അകലം എന്ന് പറയുന്നത് ഈ അകലം തന്നെ 300 ആണ്. അപ്പം 300 + 100 400 മീറ്റർ ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്. 400 മീറ്റർ എവിടെയാണ്? തെക്ക്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലാസ്റ്റ് ചോദ്യം 100ാമത്തെ ചോദ്യമാണ്. ഒരു സമാന്തര ശ്രേണിയിൽ 5-ാം പദത്തിന്റെ 5 മടങ്ങ് 9-ാം പദത്തിന്റെ 9 മടങ്ങിന് തുല്യമായാൽ 14-ാം പദം എത്ര? അപ്പൊ ചോദിച്ചിരിക്കുന്നത്, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന 5-ാം പദത്തിന്റെ, അതായത് A5ന്റെ 5 മടങ്ങ്. 5 മടങ്ങ് എന്ന് പറയുന്നത് A9ന്റെ എന്താണ്? 9-ാം പദത്തിന്റെ 9 മടങ്ങാണ്. അപ്പൊ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. an എന്ന് പറയുവാണെങ്കിൽ a+n-1 × d എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യത്തെ കേസിൽ A5 എന്ന് പറയുമ്പം a+4d എന്ന് പറഞ്ഞെഴുതാൻ പറ്റും. a+4d × 5
ഈക്വൽ ടു എ പ്ലസ് 8D ഇൻറ്റു 9 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഇത് തമ്മിൽ സോൾവ് ചെയ്യുമ്പോഴോ 5A പ്ലസ് 20D ഈക്വൽ ടു 9A പ്ലസ് 72D. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4A ഇസ് ഈക്വൽ ടു മൈനസ് 52D എന്നും A ഇസ് ഈക്വൽ ടു മൈനസ് 13D എന്നുമാണ് വരുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? A14 എത്രയാണെന്നാ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. A14 എന്ന് എഴുതുമ്പം A പ്ലസ് n-1 ഇൻറ്റു D എന്ന് പറയുമ്പം ഇക്വൽ ടു A പ്ലസ് n14 വരുന്നത്. 14 മൈനസ് 1 ഇൻറ്റു D ഈക്വൽ ടു A പ്ലസ് 13D എന്നാണല്ലോ വരുന്നത്. എയുടെ സ്ഥാനത്ത് ഞാൻ ഈ A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താ? A14 ഈക്വൽ ടു മൈനസ് 13D പ്ലസ് 13D. എത്ര കിട്ടും? 0 ഉത്തരമായിട്ട് വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്താ? ഓപ്ഷൻ D ആണ് ഇവയൊന്നുമല്ല എന്നാണ് നമ്മുടെ ഉത്തരം വരേണ്ടത്. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് 20 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.